ചാലഞ്ച് വീഡിയോ ആണ് ഇത്. എന്നിട്ട് പറയുന്നേ ടെലിപ്പതി ചാലഞ്ച് ആണ്. അമ്മയും ചിറ്റാണ് ടെലിപ്പതി ചെയ്യാനായിട്ട്. ഇത് മൊത്തം അവർക്കുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അമ്മയുടെ ചിറ്റ എഴുതണം, ചിറ്റയുടെ അമ്മ എഴുതണം. രണ്ടാൾക്ക് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഓക്കെ. നിങ്ങൾ പറയണ കളർ ഓക്കെ. ഇനി ഞങ്ങള് ക്യാമറയിൽ നിന്ന് ഞങ്ങൾ ഇനി മാറി നിൽക്കും. ഓക്കെ, ആദ്യം ചൂസ് ചെയ്യണത് കളർ അമ്മയുടെ ഫേവറേറ്റ് ഫുഡും ചിറ്റയുടെ ഫേവറേറ്റ് ഫുഡും ഇല്ല. അതിപ്പോ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കണ്ടാണ്ടല്ലോ. അത് വേണ്ടി ഇവര് തമ്മിൽ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ മൂടൊന്ന് മാറ്റൂ. നല്ല രസമുണ്ട് കാണാൻ. ഫുഡ് ഫുഡ് തിന്നാൻ സാധനം. ഫുഡ് എന്ന് പറയുമ്പോ എല്ലാം തിന്നാൻ പറ്റണമല്ല, നമ്മള് ഭക്ഷണമായിട്ട് കഴിക്കണം. വിശപ്പ് മാറ്റാൻ വേണ്ടി കഴിക്കണം. അത് ജങ്കായാലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കാനായാലും എന്തായാലും കുഴപ്പമില്ല. ഫുഡ് വിശപ്പ് മാറ്റാൻ വേണ്ടി തിന്നണ ഭക്ഷണം. ഞാൻ പറഞ്ഞ പെണ്ണെ വേണ്ട ഓർത്തെഴുതട്ടെ. ഐഡിയ അമ്മയുടെ ചിറ്റാട് ഇഷ്ടം ശരിക്കല്ലേ? അവരോട് ഫുഡാണോ? എന്തായാലും കുഴപ്പമില്ല. അതല്ല നല്ല അല്ല. ഞാൻ അമ്മയുടെ പറയും. അമ്മയുടെ പറയും. ഫുഡ് ഐറ്റംസ് ആണ് എനിക്ക്. പിന്നെന്താ ചേച്ചി? പാനിപൂരി എല്ലാ വീട്ടിലും പറയണത് ചിറ്റയ്ക്ക് ഒരു പോയിന്റ്. അത് പറഞ്ഞൂടെ? എന്റെ തെറ്റാന്ന് ഞാൻ പോലെ. ചിറ്റയ്ക്ക് ഒരു പോയിന്റ്. ടിക്ക് ചെയ്തോ. അടുത്ത കളറ് നീ പറയും. ആരാണ് പോറ്? ഇതല്ല പിങ്ക് പിങ്ക് ഇതൊന്നുമില്ല. അത് സിമ്പിളാ കളറ്. എഴുതിയാ പറഞ്ഞോ? അയ്യ അതല്ലേ എന്ന് ചോദിച്ചേ. അതല്ലേ അത് ശരി. അപ്പൊ നമ്മളാരേ കുഞ്ഞി ഡേറ്റ് ഓഫ് ബർത്ത്. അത് വളരെ അല്ല 4 ഇത് ഡേറ്റ് വേണം, ഇയറും വേണം. ഇയർ കിട്ടില്ലേ? ഡേറ്റ് വേണം. എഴുതിയാ ചിറ്റയുടെ പറഞ്ഞോ? ഞാൻ പറയാം. ചിറ്റയുടെ ഏപ്രിൽ 8. 8/4 1993. അമ്മയുടെ ചെയ്തി 21.
ഇട്ടാ മതിയായിരുന്നു 12. ഇത് തല തിരിച്ച് എഴുതുന്നില്ല അപ്പൊ എന്നിട്ട് ആ കുഞ്ഞു തുറക്കണം എടുക്കണ്ട. ആ അടുത്തത് കളർ ഏതാ? ഏതെങ്കിലും എടുത്തോ, ഇനി അതിൽ ആവശ്യമില്ലല്ലോ. ഓക്കേ. വായിക്കാൻ നിനക്ക് അച്ഛൻ മോളും അമ്മ മോളും അച്ഛൻ മോള് ഈസ് ഈക്വൽ ടു പേര്, അമ്മ മോള് ഈസ് ഈക്വൽ ടു പേര്. ഓക്കെ, അല്ലെങ്കിൽ അമ്മ എന്നിതാ അങ്ങനെ. ഇത് ഒന്നുള്ളത് ഇത് എനിക്കിതറിയാം. എനിക്കിതറിയാം. ഞാൻ പറയുന്ന ഉത്തരം രണ്ടാളെ ഏകദേശം ഒരു മഴയാവും എഴുതി ഉണ്ടാവാ. ഞാൻ പറയാം. ഞാൻ പറയട്ടെ. അച്ഛൻ മോള് ചിറ്റ, അമ്മ മോള് അമ്മ. അല്ലേ അല്ലേ? തോന്നി തോന്നി. എഴുതി. സ്വഭാവം എല്ലാം സ്വഭാവം രൂപമൊക്കെ അങ്ങനെ. അച്ഛന്റെയും അമ്മാമ്മയുടെയും അമ്മാമയാണോ ഇത്? അച്ഛന്റെയും ചേച്ചിയും അങ്ങനെ ഇങ്ങനെ ഫ്ലോ ഉണ്ടാവാ ചോദിച്ചു. അടുത്തെടുത്തോ. ആ കുഞ്ഞെടുത്തോ. എന്തോർക്കാം കുഞ്ഞിക്ക് വായിക്കാം. അയ്യോ അടുത്ത ഇത് അച്ഛനാ. പണ്ടത്തെ ഹോബി, രണ്ടാളുടെ ഹോബി. അതൊന്നില്ല എന്ന് പറയട്ടാ. ആ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാ ഒരു വെള്ളത്ത് ഉപ്പ് രണ്ടെണ്ണത്തിന് തല. പിന്നെ എല്ലാരും വെക്കേഷനില് ആരാ ജയിച്ചത്? ചെറുപ്പത്തിലത്തെ ഹോബിയല്ലേ? ആ എഴുതി കഴിഞ്ഞാ? ആ ടി വി കാണലും കല്ല് കളിക്കലും ആണോ? ടിവി ആണല്ലോ, ഷട്ടിൽ കളിക്കലും അതൊക്കെ തന്നെയാണ്. ആ ഒരു മാർക്ക് ഒരെണ്ണം എഴുതിയുണ്ടല്ലോ. എനിക്ക് ഫുൾ മാർക്കാ. ഞാൻ കുറച്ച് എടുത്തിട്ട്. അടുത്തത് ആ ഇതില് കുറച്ചുകൂടി മിഠായി ഇഷ്ടമുള്ള മിഠായി ഭ്രാന്തി ആരാ? അല്ല ഒരാൾ എഴുതാം. ഇപ്പൊ എപ്പോഴും രണ്ടുപേർക്കുണ്ട്. ഇപ്പൊ ഡയറ്റ് ഒക്കെ ഉള്ള കാരണം കുറവാണ്. ആ അതാ പിന്നെ അങ്ങോട്ട് പറഞ്ഞോട് കരുതില്ലേ. സഞ്ജുന. ആ സെറ്റ്. എനിക്ക് ഇഷ്ടം മിഠായി. അടുത്തത് ഇഷ്ടമുള്ള മിഠായി അല്ലെങ്കിൽ ചോക്ലേറ്റ്. ആർക്ക്? അവൾക്കാ? അയാൾക്ക് ഇഷ്ടമല്ലല്ലോ. എന്നാലും അമ്മക്ക് ഇഷ്ടമൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ. ഇഷ്ടമുള്ളതല്ലേ എഴുതണ്ടേ? ആ ചിറ്റക്ക് ഇഷ്ടമുള്ള എനിക്കറിയാം. എന്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല ഇപ്പൊ മിഠായി. ആരെയായിരുന്നു എഴുതി കഴിഞ്ഞാ? ഞാൻ എഴുതിയ അതെല്ലാം താഴെ വീണ നിന്റെ നിധി കൊണ്ടുണ്ടാ. അന്ന് മീനുവിന്റെ ബർത്ത്ഡേക്ക് ഏതാ ചോദിച്ചേ? എഴുതിയാ? ഒരെണ്ണം എഴുതിയാ മതി. ഒരെണ്ണം എഴുതിയാ മതി. എനിക്കിഷ്ടമുള്ളത് ഒരെണ്ണം എഴുതിയാ മതി. കഴിഞ്ഞു. അത് എഴുതി കഴിഞ്ഞു. അമ്മയുടെ എഴുതി കഴിഞ്ഞാ? കഴിഞ്ഞാ? ചിറ്റയുടെ ഇഷ്ടം എന്നിട്ടാ? ആ ഇഷ്ടമുള്ള എന്നിട്ടാ? എനിക്ക് ബബ്ലി. ആ കിറ്റാറ്റ് ഓർഡർ ഡയറി മിൽക്ക് എഴുതിയാ അമ്മ. ഡയറി മിൽക്ക് ഞാൻ ആദ്യം എഴുതി. എന്നിട്ട് പിന്നെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ആ ചിറ്റയ്ക്ക് എന്നിട്ടാ ഇഷ്ടം? ചിറ്റയ്ക്ക് കിറ്റാറ്റ് എന്താ ഇഷ്ടം? വെട്ട് ടിക്ക്. ആ ഞാൻ ഈ രണ്ടെണ്ണം എഴുതിയാലോ, രണ്ടെണ്ണം എഴുതിണ്ട്. ആ ഞാൻ പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. ഇത് വിട്ട് ഇത് ഞാൻ അപ്പൊ അടുത്തത് ഓക്കെ ഫേവറേറ്റ് ഡ്രിങ്ക്. ഞാൻ പറഞ്ഞു സ്ലൈസ് അങ്ങനെ അതല്ല ഡ്രിങ്ക്. എനിക്കൊരു 7up അതൊക്കെ സ്ലൈസ് ഒന്നും ഇഷ്ടമല്ല. ഷേക്ക്. ശരിക്കും ഇഷ്ടം.
ചെല്ലാണ്ട് ഷേക്കാ ഇഷ്ടം. ഇതിപ്പോ കൂട്ടേക്ക് ചോദ്യം കൂടെ ഉണ്ടാക്കുന്നുണ്ടോ? ഫ്രണ്ട് ആരാ? ആ നല്ല ചോദ്യം. ആ എനിക്ക് ഒരു ഫ്രണ്ട് അല്ല കൊറേ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എനിക്കറിയാം. ഇപ്പോഴത്തെ ഫ്രണ്ടാ നിന്റെ എഴുതണ്ടേ? നിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ടാണോ എഴുതണ്ടേ? Okay. എന്റെ ഫ്രണ്ട് പഴയതാണോ ഇപ്പോഴത്തെയാണോ? പഴയത്. പഴയതല്ലേ? അത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാ നീ ഇപ്പോഴത്തെയാണോ? ഞങ്ങളുടെ ഇവിടെ രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇവർക്ക് ഓരോ സെക്ഷൻ ഫ്രണ്ട്സ് ആണ്. അല്ല ഇപ്പോഴും ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുണ്ട്. പേര് ഇപ്പൊ പോയ ആളുടെ പേര് എന്നതാ? ഇപ്പൊ പോയ ആളുടെ പേര് വീട് പറക്കലിന് അത് ഞങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്. വേറൊരു കൂട്ടുകാരും കൂടി ഉണ്ട്. ഗയും അമ്മയുടെ എന്തായാലും വലിമയ്ക്ക് അറിയാം. പിന്നെ ഇപ്പോഴത്തെ ചേച്ചിയുടെ പേര് എന്താ? ഒരാളായി എഴുതിയാൽ മതി. ഞാൻ അവരുടെ ഒരു ഷോർട്ട് ഫോം ഉണ്ട് അത് എഴുതിയേക്കണ. അത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഒരു ടീമാണ്. ഇവരുടെ ആ ചേച്ചിയുടെ പേര് ആരെങ്കിലും ഒരാളെ പേര് എഴുതിയാൽ മതി. ഒരാളുടെ ഇതേ മതി. അമ്മയുടെ ഉള്ള റാഞ്ചസ് ലയ, നീതു, അശ്വിനി, സ്റ്റെഫി വീണ, രഞ്ജൂസോ റാഞ്ച് സ്ക്വാഡ്. ഞങ്ങളുടെ ടീമുണ്ട്. അന്നത്തെ രേവതി, നീനു, അമ്പിളി, നീനു, ജിനി, ഉൽസു, ഷഞ്ജുന, പിന്നെ ഞങ്ങളിപ്പോഴും കൂടും. രഞ്ജാസ് എക്സ് സ്ക്വയർ ആണ് ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം 9ആയി. ഓക്കെ. ആ. ശരി കേട്ടാ. അടുത്ത ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സുകളില്ലേ? ജീൻസും ടോപ്പും ആണോ അതോ ഫ്രോക്ക് പോലത്തെയാണോ? അങ്ങനെ ഉടുപ്പ് അങ്ങനത്തെ ഒക്കെ. അതായത് വെസ്റ്റേൺ ആണോ? അങ്ങനെയാണ് ഇതേപോലെ. വെസ്റ്റേൺ ആണോ ട്രഡീഷണൽ ആണോ? അത് മതി. ട്രഡീഷണൽ ഉദ്ദേശിച്ച ഉടുപ്പോട്ട് സാരി, ചുരിദാറൊക്കെ സാ- സാരി, സാരി, ധാവണി, പട്ടുപാവാട അങ്ങനത്തെ ഒക്കെ അതിൽ പെടും. കുർത്ത. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെടും? ജീൻസ് ടോപ്പ്, മോഡേൺ ഫ്രോക്ക് അങ്ങനത്തെ സംഭവം. മോഡേണല്ല. അല്ല അങ്ങനെയല്ല. ആ എന്താത്? അയ്യോ. കുർത്തിയൊക്കെ ട്രഡീഷണലില് പക്ഷെ അവളുടെ ഇതിനായിട്ട് ഞാൻ എനിക്കൊരു സ്പെഷ്യൽ ഇഷ്ടം ഇല്ല. എനിക്കെല്ലാം ഇഷ്ടം. പക്ഷെ കൂടുതലിടാ നമ്മൾ വേറെ ചെയ്യുന്നത് ആ അത് മതി. കൂടുതൽ അവൾക്ക് ഇഷ്ടം വെസ്റ്റേൺ ആണ്. ഇവൾക്ക് അതേതാ ട്രഡീഷണൽ? ട്രഡീഷണൽ സൈഡ്. ഞാൻ അധികം അങ്ങനത്തെ ഒരു എനിക്ക് കുർത്താസാണ് ഇഷ്ടം guys. ഓക്കെ. ഫേവറേറ്റ് ആപ്പ് പാട്ട്. അയ്യോ. അയ്യോ പറഞ്ഞു. അല്ല, ഉണ്ടാക്കല്ലേ. 10 പോരാ എന്നോട് ആ, ഞങ്ങളോട് ചിന്തിച്ചു. പതിനൊന്നാവില്ലേ? കുഴപ്പമില്ല. ഞങ്ങളോട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. തുടങ്ങിയത് കൊണ്ട് ഞാൻ എഴുതാ യൂട്യൂബിൽ നിന്ന്. അയ്യോ എഴുതണോ? വേണ്ട അഗസ്റ്റിൻ മനസ്സിലായി. ആ, പോയി. നിനക്ക് വാട്സാപ്പല്ലേ ഇഷ്ടം? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. ചോദിക്കുക. 10 ഐഡി പിന്നെ 11 സംഖ്യ. ഞാൻ ചോദിക്കാം. ചോദിക്ക്. ആദ്യത്തെ ചോദ്യത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. അച്ഛന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. ചിറ്റയ്ക്ക് മറക്കാൻ പറ്റാത്ത സംഭവം, അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. അവൾക്ക് പറയാൻ പിന്നെ എളുപ്പമായി. അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്തൊരു സാധനം. ഇവളുടെ നിന്റെ ഉള്ളത് ഞാൻ എഴുതണ്ടേ? അത് എളുപ്പം എഴുതാൻ. ഇവളുടെ ഞാനിപ്പോ എന്നിട്ടും നോക്കാൻ പറ്റാത്ത ആ, okay. എനിക്ക് വെള്ളിമേട മനസ്സിലായി. അമ്മയുടെ എനിക്കറിയാം. എഴുതിയോ? ആമില കേസ്. വെള്ളിമേടയോ? ഞാൻ അതാണ് അമ്മയ്ക്ക് ഏറ്റവും വലുത്. ഞാൻ ചോദിച്ചാൽ മടക്കാലിന്റെ കണ്ട ചിറ്റയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അയ്യോ എന്റെ പൊന്നു മോളെ. ഞാൻ ചോദിക്കാം. പത്താമത്തെ question. കഴിഞ്ഞില്ലേ? 12 ചോദിച്ചോ. ചോദിക്ക്. 11ന്റെ അവിടെ ഇനി ഞാൻ എഴുതാൻ പോണേട്ടാ. 12. എന്തോരം ചോദ്യങ്ങളുണ്ടെന്നറിയോ? ചോദിക്കുമ്പോ കിട്ടില്ല, പെട്ടെന്ന് ചോദിക്കുമ്പോ. ഫേവറേറ്റ് ആക്ടർ, ആക്ട്രസ്,
ആ അതെഴുതിക്കോ. എനിക്കറിയില്ല. അതാണ് ഫേവറേറ്റ് ആക്ടർ. ഒരു ആക്ടറും ആക്ട്രസും പിന്നെ സ്ലാഷ് ഇട്ടിട്ട് എഴുതിയാ മതി. ഫേവറേറ്റ് ആക്ടറും ആക്ട്രസ്. ഇതൊരാളുടെ കാര്യം പറയണ കേട്ടിട്ടില്ല. പാപ്പന്റെ പേര് എഴുതരുത്. വെള്ള ആക്ട്രസ് ഏതാ? സ്ലാഷ് ഇട്ട് ആക്ട്രസ് എഴുതി. ഞാനാണല്ല പ്രകടിപ്പിക്കാൻ guys. ഇവളൊന്നും പറയാറില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടങ്ങളില്ല. അതാ. അമ്മയ്ക്ക് പിന്നെ ഒന്നും ഇഷ്ടമല്ല ഗായ്സ്. അമ്മ എന്താണ് ഇമ്മ ഇങ്ങനെ എന്നാലല്ലേ വെല്ലുമ്മക്കൊക്കെ ജയിച്ചു പോകാൻ പറഞ്ഞിട്ടുള്ളോ. വെള്ളിശ്ശേരിയില് ആരായിരിക്കും ജയിക്കുന്നതാണ് തോന്നണത്? ആക്ട്രസ് ആരാ അവിടെ? ആക്ടർ അറിയില്ലേ? ഞാനാണെന്നാ വെച്ചത്. ഒരെണ്ണം എടുക്കോളോ അതില്ലേ? ഇതൊരു സേഫ് സോണിൽ കളിക്കുന്ന രണ്ടാള്. അതില് ഇവർ വളരെയധികം തെറ്റാണ് എനിക്കങ്ങനെ മഞ്ജു വാര്യർ. പിന്നെ എനിക്കങ്ങനെ ഒരു ആക്ടറിന് ഒരു ആക്ട്രസിന് ഞാൻ ആരും എനിക്കങ്ങനെ പ്രത്യേക താല്പര്യമില്ല. ആക്ടർ ആക്ട്രസ് എഴുതാൻ പറഞ്ഞപ്പോ ടോമിയോ നയൻതാരയ്ക്ക് അമ്മേനെ ഇഷ്ടമല്ല. അല്ല അമ്മയ്ക്ക് നയൻതാരന് ഇഷ്ടമല്ലല്ലോ. എല്ലാവരും ഇഷ്ടാ. പിന്നെ അരമാർക്ക് കഴിഞ്ഞു. Guys, ഇതോടെ നിക്ക് നിക്ക്. എന്താണ് നിക്ക്? ഞാൻ തോറ്റു guys. അരമാർക്കിന് ഞാൻ തോറ്റു. അപ്പിക്ക് എണ്ണി വെക്ക്. മഞ്ജുടെ. 1 2 3 നമുക്ക് 4 actor- actually actor- actress ഒന്നുമില്ല. മഞ്ജു വാര്യർ. എന്റെ തെറ്റിയത് ഡേറ്റ് ഓഫ് ബർത്ത് തലതിരിച്ച് എഴുതിപ്പോയി എന്നറിയുള്ളൂ. അല്ല മിഠായി തെറ്റിയില്ല. കണ്ണാറിയില്ല. ഇങ്ങനെ രണ്ട് ടിക്ക് വന്നോളൂ. അത് ഇവിടെ 2 ടിക്കറ്റ് നോക്കിയതോ. അതാവും. അപ്പൊ 10 മാർക്ക് അല്ലേ? 12 10 ശരി. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയ ചേട്ടാ. ഡേറ്റ് ഓഫ് ബർത്ത് പഠിച്ചില്ലേ? പക്ഷെ date of birth ഞാൻ ശരിയാക്കി. Guys, ഞാൻ അരമാർക്കിന് തോറ്റിരിക്കുന്നു. ഗൈസ് ഞാൻ ജയിച്ചു. ഗൈസ് ഞാൻ ജയിച്ചു. സ്ഥാനാർത്ഥി ഇതിന് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ഇല്ല. ഒരു ഇതാവുമ്പോ ഗിഫ്റ്റ് വേണം. എന്തുട്ടാണോ ദൈവം എടുക്കാൻ പോയേക്കണ? അവിടെ കാക മറച്ചിടാവോ? എനിക്ക് ആവശ്യം വേണട്ടാ. അയ്യേ ഇവിടെയുള്ള പൊട്ടിച്ച സാധനം എനിക്ക് പൂമ്പ തിരിച്ചുള്ള 4 കാര്യം കൂട്ടാം. ഫ്രണ്ട്സ് തന്ന സാധനം ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അത് ആൾക്കാർ ഞങ്ങൾക്ക് കുഞ്ഞാണ് കൊറേ 1-2 പോയിന്റ് നേടാൻ ഹെൽപ്പ് ചെയ്തത്. സാധനം കാണാൻ അല്ല ജ്യൂസിന്റെ കാര്യം പറഞ്ഞു നിന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു ചാലഞ്ച് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു ചാനല മറ്റൊരു ചാലഞ്ചില് അല്ലല്ല അപ്പൊ എന്നോട് പറയും. ഇങ്ങനെ ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കാം. കുഴിക്കാൻ നീര് എന്നെ ചെറുനാരങ്ങ കഴിയൂട്ടോ. ആമി വേണ്ടടി. ആമി ചെറുനാരങ്ങ കുറിക്കണ്ട. അമ്മ അച്ഛന്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഗഡി. ആരാ? ആ ഏതോ ഗഡിയാണ്. ആരാ ചോക്കി? ആ ഗഡിയാന്ന് പറഞ്ഞപ്പോ ആരാന്ന് ചോദിച്ചു. അപ്പൊ അച്ഛന്റെ ഗഡിയാന്ന് കിട്ടുന്നു വലിയ പണിഷ്മെന്റ്. നിങ്ങളെ കാണോ? ഐസ് നിങ്ങളുടെ കൈ കഴുകിയതാണോ? ഞാൻ അതാ ഉള്ളതിലോട് ആണോ? കടിച്ചു കടിച്ച് തിന്നെ. കടിച്ചു കടിച്ച് തിന്നെ.
കടിച്ച് കടിച്ച് തിന്നെ അമ്മ ഒരു വയസ്സൊക്കെ അല്ലേ കുഴപ്പമില്ല. 2 വയസ്സുണ്ട്. എല്ലാവരും കല്ലോളം പിടിച്ചില്ലേ? എല്ലാ വൈറ്റമിൻസും വയറ്റിലെത്തി. അതെ ഞാൻ പഠിച്ചിട്ടില്ല. മിന്നു മാറ്റിച്ച് മാത്രം പഠിച്ചിട്ടില്ല. ചെറിയ പണിഷ്മെന്റ് അല്ലേ. അടുത്ത ചലഞ്ചിൽ കുറച്ച് പച്ചമുളക് തരാം. അപ്പൊ ഗൈസ് ഇതോടുകൂടി ഇന്നത്തെ ചാലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ചലഞ്ചിൽ നമുക്ക് വീണ്ടും കാണാം. നാവ് കുഴയണമെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റൊരു ചലഞ്ചിൽ വീണ്ടും കാണാം. Okay, bye.